ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നത്? വേറിട്ട ചിന്തയുടെ 136ാമത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നത് എപ്പോഴാണ് എന്ന് വ്യക്തമായൊരു ധാരണ പലർക്കും ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും തെറ്റായ പഠിപ്പിക്കൽ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ട് ഏതെങ്കിലും തെറ്റായ ധാരണകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തിരുവചനം ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന സ്പഷ്ടമായ ആശയം പഠിതാക്കളുടെ ഇടയിൽ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് വേറിട്ട ചിന്തകൾ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തത്. മോശ ഒരിക്കൽ പറഞ്ഞു, ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തെ കണ്ടിട്ട്, അതായത് അവർ സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി സത്യദൈവത്തെ മാറ്റി നിർത്തിയിട്ട് വിഗ്രഹത്തെ ആരാധിക്കുന്ന മഹാപാപം ചെയ്തപ്പോൾ മോശ പറഞ്ഞു, നീ അവരുടെ പാപം മോചിക്കുന്നില്ല എങ്കിൽ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേരെ. അപ്പോൾ ഇടയ്ക്ക് കയറുന്നു പറയാം, ഈ രക്ഷിക്കപ്പെടുന്നവരുടെ പേരല്ലേ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത്? അതെ, ഈ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഒരുവൻ യേശുവിൽ വിശ്വസിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു തനിക്ക് വേണ്ടിയാണ് യാഗമായി തീർന്നതെന്ന് വിശ്വസിച്ച് യേശുവിനെ കർത്താവായി ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ അല്ലേ രക്ഷിക്കപ്പെടുന്നത്? അതെ. അപ്പോൾ അങ്ങനെയെങ്കിൽ മോശ ജീവിച്ചിരുന്ന കാലത്ത് യേശു ജനിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. മോശ ജനിച്ചിരുന്ന കാലത്ത് യേശുവിനോടുള്ള രക്ഷയുണ്ടായിരുന്നു? ഇല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ മോശ രക്ഷിക്കപ്പെട്ടോ? മറുപടി ഇല്ല എന്നാണ് നമുക്ക് പറയാൻ തോന്നുകയുള്ളൂ. കാരണം രക്ഷയുടെ മാർഗം തുറന്നിട്ടില്ല. മനസ്സിൽ നിന്ന് ഈ ആശയം വിട്ടുകളയാതെ നമുക്ക് മറ്റൊരു വാക്യത്തിലേക്ക് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ സംഭവം ഇങ്ങനെയാണ്. യേശു 70 ശിഷ്യന്മാരെ അയക്കുകയാണ്. അവരെ രാജ്യത്തിൻ്റെ സുവിശേഷവുമായി യേശു അയക്കുകയാണ്. ആ 70 പേർ മടങ്ങി വന്നിട്ട് ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങിയ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യേശു അവരോട് പറയുകയാണ്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയതിൽ അല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതാൻ പോകുന്നത് കൊണ്ടല്ല, എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ. നമുക്ക് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതുവാൻ പോകുന്നത് കൊണ്ടല്ല, എഴുതി ഇരിക്കുന്നത് കൊണ്ട്. ഇനി ചോദ്യം ഇതാണ്, ആ സമയത്തും രക്ഷകനായ യേശു മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാര യാഗത്തിനു വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നിട്ടില്ല. ഉറപ്പാണല്ലോ? അതെ. അപ്പോൾ രക്ഷയുടെ മാർഗം തുറന്നോ? ഇല്ല. പിന്നെ എങ്ങനെ ഇവർ രക്ഷിക്കപ്പെട്ടു? രക്ഷിക്കപ്പെടാതെ എങ്ങനെ ഇവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ വന്നു? ഇനി ഈ 2 സംഭവങ്ങളും ചേർത്ത് വയ്ക്കുകയാണ്. മോശ പറഞ്ഞു, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. ഇവിടെ യേശു പറയുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീൻ. അപ്പോൾ അവിടെ പേരെഴുതിയല്ലോ. ഉവ്വ. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരുടെ പേരാണോ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത്? ചോദ്യം വളരെ വളരെ കൗശലതയേറിയ ചോദ്യം. ആ ഏദൻ തോട്ടത്തിൽ വന്ന് പാമ്പ് സ്ത്രീയോട് ചോദിച്ചതുപോലെ, അല്ല, കുഴപ്പിക്കുന്ന രീതിയിൽ. നമ്മൾ ആര് കേട്ടാലും ചിന്തിക്കും, ശരിയാണല്ലോടെ, യേശു വന്ന് മരിച്ചില്ലല്ലോ, ഇല്ല. രക്ഷയുടെ മാർഗം തുറന്നില്ലല്ലോ, ഇല്ല. പിന്നെ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? അപ്പോൾ രക്ഷിക്കപ്പെട്ടില്ല. ഈ രക്ഷിക്കപ്പെടാത്തവരുടെ പേര് എങ്ങനെ ജീവൻ്റെ പുസ്തകത്തിൽ വന്നു? ഇവിടെയാണ് ആശയം കിടക്കുന്നത്. ഈ നാളുകൾ ദുരുപദേശത്തിൻ്റെ, കപട ഉപദേശത്തിൻ്റെ പ്രചരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലം. വളരെ ശ്രദ്ധിക്കുക. അപ്പോസ്തലനായ പൗലോസും അതുപോലെ യേശുവും അന്ത്യകാലത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തുകളെ സൂചിപ്പിച്ചപ്പോൾ അതിൻ്റെ മുൻനിരയിൽ
വളരെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ദുരുപദേശങ്ങൾ, തെറ്റായ ഉപദേശങ്ങൾ, വചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളെ തെറ്റായി ധരിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ ഉപദേശങ്ങൾ അന്ത്യകാലത്ത് ഇറങ്ങും എന്നുള്ള, അതുകൊണ്ട് അവരെ സൂക്ഷിപ്പിൻ എന്നാണ് ആദ്യം പറഞ്ഞത്. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിന്നിട്ട് ശിരസ് ഛേദിക്കപ്പെടേണ്ടി വന്നാലും അവൻ്റെ നിത്യത നഷ്ടപ്പെടത്തില്ല. അതിലപ്പുറത്തേക്ക് വേറൊന്നും സംഭവിക്കാനില്ലല്ലോ. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വളരെ അടികൾ ഏറ്റാലും അവൻ്റെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകുന്നില്ല. മറിച്ച് സത്യ ഉപദേശം വിട്ട് അവൻ അകന്നു മാറിയാൽ അവൻ്റെ നിത്യത അവന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഒരുവൻ്റെ നേരെ വാൾ കൊണ്ടുവരുന്നതിനേക്കാൾ, അവനെ വലിച്ചിഴച്ചടിച്ച് അവനെ പ്രഹരമേൽപ്പിക്കുന്നതിനേക്കാൾ, പിശാചിൻ്റെ പദ്ധതികൾക്ക് ഏറ്റവും വിജയം ആക്കം കൂടുന്നത് ആ ഉപദേശത്തിൽ നിൽക്കുന്നവനെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നതാണ്. മനസ്സിലായല്ലോ? ചോദ്യം ഇതാണ്, മോശ രക്ഷിക്കപ്പെട്ടില്ലല്ലോ? ഇല്ല. ഈ യേശു മരിക്കുന്നതിന് മുൻപ് ഈ പറയപ്പെടുന്ന 70 പേരും രക്ഷിക്കപ്പെട്ടില്ലല്ലോ? ഇല്ല. അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേർന്നൊന്ന് ചിന്തിക്കാം. മോശ പറയുന്നു, എൻ്റെ പേര് അതിൽ നിന്ന് മായ്ച്ച് കളയണമേ. അപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ? ഉണ്ട്. ഈ ആശയം വെച്ചുകൊണ്ട് ചിലർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലോകത്തിൽ ജനിക്കുന്ന സകലരുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ട്. എന്നിട്ട് ഇതിനെ ആവശ്യം വരുമ്പോൾ, അതായത് അവൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമ്പോൾ ഇവൻ്റെ പേരെണ്ണം മായ്ച്ചു കളയുക ചെയ്യുന്നത്. മനസ്സിലായല്ലോ? രക്ഷിക്കപ്പെടുന്നവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുക എന്നല്ല, മറിച്ച് ദൈവത്തോട് അടുത്തു വരാത്തവരുടെ പേര് മായ്ച്ചു കളയുകയാണ് ചെയ്യുന്നതെന്നാണ് ഈ കൂട്ടർ വാദിക്കുന്നത്. അത് ശരിയാണോ? അതോ രക്ഷിക്കപ്പെടുന്നവരുടെ പേര് എഴുതി ചേർക്കുകയാണോ? വചനത്തിലൂടെ അന്വേഷണമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി, മോശ രക്ഷിക്കപ്പെട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ജീവൻ്റെ പുസ്തകത്തിൽ പേര് വന്നത്? മനസ്സിലാക്കുക. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ്, ഞാൻ നിനക്കൊരു സന്തതിയെ തരും, അത് വലിയൊരു ജാതിയായി മാറും, അവർ എൻ്റെ ജനമായി മാറും, അവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൻ്റെ സന്തതികളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അബ്രഹാമിനോടുള്ള പറഞ്ഞ വാഗ്ദത്തത്തിൽ ആ ജനമൊക്കെയും ദൈവത്തിൻ്റെ ജനമാണ്. അവരുടെ എല്ലാവരുടെയും പേര് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അത് കുറിച്ച് വെച്ചിട്ടുണ്ട് തൻ്റെ പുസ്തകത്തിൽ. അതിലെ ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരുവനാണ് മോശ. അതുകൊണ്ട് തന്നെ മോശയും അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽ ഉൾപ്പെട്ടവനായതുകൊണ്ടും, ഒന്നുകൂടി പറഞ്ഞാൽ അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്തിൻ്റെ കീഴിൽ മോശയും ദൈവത്തിൻ്റെ അവകാശ ജനത്തിൽപ്പെട്ടതായതുകൊണ്ട് ആ മോശയുടെ പേര് അതിനകത്തുണ്ട്, ഉറപ്പ് തന്നെ. ഇനി അവർക്കൊരു രക്ഷ പറയുന്നുണ്ട്. ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് വലുതാക്കുന്നില്ല വീഡിയോ. യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ വന്ന് അവരെ രക്ഷിക്കും. ആര്? യഹോവ. ഇത് യേശുവാണ് വന്നത്, യേശു വന്ന് രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചവർക്ക് ഞാൻ 2 വീഡിയോ അത് വിശദീകരിച്ചിട്ടുണ്ട്. ആവർത്തന വിരസത ഒഴിവാകേണ്ടതിന് വിശദീകരണം ഇവിടെ നൽകുന്നില്ല. അപ്പോൾ മോശയുടെ പേര് ഉള്ളതുപോലെ ആ ദേശത്തുള്ള സകലരുടെയും പേരുണ്ട് എന്ന് അവകാശപ്പെടരുത്. സകല ജാതികളുടെയും പേര് സ്വർഗത്തിലുണ്ട് എന്ന് അവകാശപ്പെടരുത്. അങ്ങനെ അവകാശപ്പെട്ടാൽ അപകടകരമായ ചില പഠിപ്പിക്കലുകളിലേക്ക് അത് നീങ്ങും. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ജാതിയായ ഒരുവൻ, ദൈവത്തെ അറിയാത്തൊരുവൻ, അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ വലിയൊരു പാപം ചെയ്തു. അവൻ്റെ പേരങ്ങോട്ട് മായ്ച്ചു കളഞ്ഞു. ഇനി നീതിമാന്മാരുടെ കൂട്ടത്തിൽ ആ പേര് വരാൻ പാടില്ല. കാരണം 69-ാം സങ്കീർത്തനത്തിൻ്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോട് കൂടെ അവരെ എഴുതരുതേ. ദൈവത്തോട് പാപം ചെയ്തൊരു കൂട്ടത്തെ കണ്ടിട്ട് പറയുകയാണ്, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണം, നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരെ എഴുതരുതേ. അപ്പോൾ ഞാനിവിടെ അവതരിപ്പിക്കുന്ന ആശയം,
വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇക്കൂട്ടർ പറയുന്നത് പോലെ, അതായത് സകലരുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എന്ന് അവകാശപ്പെട്ടവർ പറയുന്നത് പോലെയാണെങ്കിൽ, ജാതിയായ ഒരു മനുഷ്യൻ താൻ ഒരു പാപവും ചെയ്യാതെ ആചരിച്ചതുപോലെ, ഉദാഹരണത്തിന് തൻ്റെ സംസാരത്തിലോ തൻ്റെ പ്രവൃത്തിയിലോ ആരെയും ദ്രോഹിക്കാതെ, ഒരു മനുഷ്യന് ഒരു തിന്മ ചെയ്യാതെ ആ വ്യക്തി മരിച്ചാൽ തൻ്റെ പേര് അവിടുന്ന് മായ്ച്ചു കളയുമോ ഇല്ലയോ? മറുപടി പറഞ്ഞു, താൻ ദൈവത്തെ ആരാധിച്ചില്ല, അത് സത്യം തന്നെ. കാരണം അവൻ പിറന്ന ആ മതത്തിൽ തന്നെ നിന്നുകൊണ്ട് നന്മ മാത്രം ചെയ്ത് ജീവിച്ചു പോയ ഒരുവൻ, അവൻ യേശുവിനെ സ്വീകരിച്ചില്ല, പഴയ നിയമ പ്രമാണത്തിലാണെങ്കിലും ദൈവത്തെ ആരാധിച്ചിട്ടില്ല. ആ വ്യക്തി മരിച്ചു പോയാൽ തൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമോ ഇല്ലയോ? പറയണം, പാപം ചെയ്തിട്ടില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവജനൻ അവനൊരു പാപം ചെയ്തു. ഉദാഹരണത്തിന് പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. പേര് മായ്ക്കണമോ വേണ്ടയോ? പറയണം, പേര് മായ്ക്കണം. കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ലേ? പേര് മായ്ക്കണം. ദാവീദ് വലിയ പാപം ചെയ്തു. പേര് മായ്ക്കണമോ വേണ്ടയോ? പേര് മായ്ക്കണം. ദാവീദ് വീണ്ടും ഇത് അനുതപിച്ച് താൻ ദൈവസന്നിധിയിൽ വരുന്നു. വീണ്ടും എഴുതണോ വേണ്ടയോ? എഴുതണം. ഈ കണക്കിനാണെങ്കിൽ ഈ 1ലും 2ലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് നമ്മൾ ബുക്ക് മേടിച്ച് കൊടുത്താൽ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം. ഇവരാദ്യം ഒന്ന് എഴുതും, ഒക്കാതെ വരും, എറൈസറിട്ടൊന്ന് മായ്ക്കും, പിന്നെ ഒന്ന് എഴുതും, അതും ഒക്കാതെ വരും, മായ്ക്കും. 2-3 പ്രാവശ്യം ആകുമ്പോൾ ആ പേപ്പർ കീറിപ്പോകുമോ? അങ്ങനെയാണെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ പലരുടെയും പേരെഴുതിയിരുന്നിടത്ത് ഇപ്പം വളരെ ഓട്ടകളായിരിക്കും, കിഴുത്തുകളായിരിക്കും. എഴുതിയും വായിച്ചും. കാരണം രക്ഷിക്കപ്പെട്ട ആളൊരു പാപം ചെയ്തു, അതുകൊണ്ട് വായിച്ചു കളഞ്ഞു. ഡിസംബർ മാസം 31-ാം തീയതി തീരുമാനമെടുത്ത് ശുദ്ധീകരണം പ്രാപിച്ചു, അല്ലെങ്കിൽ ഇടയ്ക്കൊരു ഉപവാസം വെച്ചു, അവിടെ ഒരു ക്രമീകരണമൊക്കെ വരുത്തി ഏറ്റു പറഞ്ഞു. അപ്പോൾ എഴുതി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കിടക്കുന്നു. അടുത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ പിന്മാറ്റി പോയി, അന്നേരം മായ്ച്ചു കളഞ്ഞു. ഇതിന് മാത്രമേ തൊഴിലുണ്ടാകത്തുള്ളൂ. ഇതിൽ ദൈവത്തിനോട് എഴുതാനും മായ്ക്കാനുമാണോ നേരമുള്ളത്? ഒന്ന് ന്യായമായി ചിന്തിച്ചു നോക്ക്. അപ്പോൾ എഴുതുക മായ്ക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ രീതി. മോശ അവൻ ലേവി കുടുംബത്തിൽ ജനിച്ചവനാണ്. ലേവി കുടുംബം അവൻ ദൈവത്തിൻ്റെ അവകാശമായ ജനമാണ്, അബ്രഹാമിൻ്റെ സന്തതിയാണ്. അബ്രഹാമിനോട് പറഞ്ഞിരുന്നു, നിന്നാൽ നിന്റെ സന്തതികളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആദ്യം പറഞ്ഞു ഇസ്രായേൽ ജനം പറഞ്ഞു അബ്രഹാമിൻ്റെ ദൈവം, പിന്നെ പറഞ്ഞു അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ ദൈവം, പിന്നെ അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവം, അല്ലേ? അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. പിന്നീട് പറയുമ്പോൾ സൈന്യങ്ങളുടെ യഹോവയായി. അതിൻ്റെ കാരണം മിസ്രൈമിൽ നിന്ന് ജനം പുറപ്പെട്ടു വന്നപ്പോൾ ഫറവോൻ്റെ അടിമത്തത്തിൽ കിടന്ന ജനം യഹോവയുടെ ജനമായി മാറി. അത് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ സൈന്യമൊക്കെയും അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഈ സൈന്യം ആരുടെയായി? യഹോവയുടെയായി. അത് 114-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മിസ്രൈമൊക്കെ ഇങ്ങോട്ട് വിട്ടു പോന്നപ്പോൾ ആധിപത്യം ആരേറ്റെടുത്തു? യഹോവ ഏറ്റെടുത്തു. ഇപ്പോൾ ആരുടേതായി? യഹോവയുടേതായി. മുൻപ് ആരുടേതായിരുന്നു? ഫറവോൻ്റെ ആയിരുന്നു. ഈ ജനം യഹോവയുടെ ആണെങ്കിൽ യഹോവ ആരുടേതാ? ഈ ജനത്തിൻ്റെ. അതുകൊണ്ടാണ് പറഞ്ഞത് സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞത്. ആ സൈന്യത്തിൽപ്പെട്ട ഒരാളാണ് മോശ. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമല്ല. ഇതെന്താണെന്നറിയുക ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇവർക്ക് യഹൂദനും അല്ലെങ്കിൽ പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമസഭ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം ഇവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് രക്ഷയുടെ സുവിശേഷം രാജ്യത്തിൻ്റെ സുവിശേഷം തമ്മിലുള്ള വ്യത്യാസം ആ കൂട്ടർക്ക് അറിയില്ല. അതാണ് എൻ്റെ കാരണം. അപ്പോൾ അത്തരത്തിലുള്ള ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് വിട്ട് സത്യവചനത്തിലേക്ക് മടങ്ങി പോരണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായി, മോശ അബ്രഹാമിൻ്റെ സന്തതി. ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇത് പറയുമ്പോൾ യേശു മരിച്ചിട്ടില്ല, ഇല്ല. അവരോട് പറയുക, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുള്ളതിനാൽ സന്തോഷിപ്പിൻ. അപ്പോൾ വളരെ വ്യക്തമായല്ലോ അവരുടെ പേരോടെ ഉണ്ട്. എങ്ങനെ വന്നു? യേശു മരിക്കുന്നതിന് മുൻപ് എങ്ങനെ അവരുടെ പേര് വന്നു? എൻ്റെ പൊന്നെ, ഇത് യേശു 70 പേരെ വിട്ടത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ശമര്യരുടെ
ഇടയിൽ പോകരുത്. ഇസ്രായേലിൻ്റെ കാണാതെ പോയ ഗ്രഹത്തിൻ്റെ ഇടയിൽ മാത്രം പോകുക. അവരാരാ? അബ്രഹാമിൻ്റെ സന്തതിയാ. മോശ ഏത് സമൂഹത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നുവോ അതേ സമൂഹത്തിൽ തന്നെ ഉൾപ്പെട്ട് നിൽക്കുന്നവരാണ് ആര്? ഈ 70 പേരും ഏതെല്ലാം ആളുകളുടെ ഇടയിൽ പോയി അവരെല്ലാം അതിനകത്ത് പെട്ടതാണ്. അതുകൊണ്ട് ശമരിയിൽ പോകരുത്. ഇപ്പോൾ പോയാൽ അവർക്ക് രക്ഷയുടെ വഴി തുറന്നിട്ടില്ല. എത്ര വ്യക്തമാണ്! അവർക്ക് രക്ഷയുടെ വഴി തുറന്നിട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് സുവിശേഷം അവരോട് ചെന്ന് പറയുന്നേ? ഇവിടെ ഈ രാജ്യത്തിൻ്റെ സുവിശേഷമാണെന്നും പറഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടർ, ഒരു അപ്പച്ചൻ ഒറ്റയ്ക്ക് ഒരു അപ്പച്ചൻ, പിന്നെ വേറൊരു വലിയ വിങ്ങുണ്ട് രാജ്യത്തിൻ്റെ സുവിശേഷം. അവർ പറയുന്ന ബന്ധുക്കോസുകാരെല്ലാം ക്രിസ്ത്യാനികളെല്ലാം അപ്പനെ തള്ളിക്കളഞ്ഞു, അവർക്ക് മോനെ മതി എന്നാണ് പറയുന്നത്. അവരുടെ അറിവില്ലായ്മ. ഞാനിത് എടുത്തു പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരണം, ഇതാരാണ് ഈ ഉപദേശം പ്രചരിപ്പിക്കുന്നതെന്നൊരു ഓർമ്മ വരണം. അതിനു വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് യഹൂദന്മാരുടെ അന്ന്, അതായത് യേശു മരിക്കുന്നതിന് മുൻപ് അവരോട് പറഞ്ഞ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചിട്ട് ഈ കക്ഷികൾക്ക് പറയാനില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായൊരു ദുഃഖസത്യം. കൃപയുടെ സുവിശേഷം നമുക്കറിയാം. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാണ് ഞങ്ങളുടെ സുവിശേഷം. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പറയാൻ പോകുന്നതിൽ എന്തോ പറയുന്നത് എന്തെങ്കിലും ആട്ടെ, ഞാൻ ഒത്തിരി വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്, മടങ്ങി വരട്ടെ. അപ്പോൾ ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പിനെന്ന് പറയാൻ കാരണം അവരും അബ്രഹാമിൻ്റെ സന്തതികളാണ്. അബ്രഹാമിനോട് പറഞ്ഞ ആ രക്ഷയുടെ പാക്കേജിൽ അവരുണ്ട്. അവരെ പിന്നെ എഴുതി ചേർക്കണ്ട. യഹോവ അവരുടേതാ, സൈന്യങ്ങളുടേതായി യഹോവയുടെ സൈന്യം അവർ. അപ്പോൾ ആ ലിസ്റ്റിലുണ്ട്. എന്നാൽ പുറജാതിക്കാരായിരിക്കുന്നവർ അബ്രഹാമിൻ്റെ ലിസ്റ്റിൽ ഇല്ല. നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നൊരു കൂട്ടത്തിൽ പുറജാതിക്കാരായ നമ്മളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്കാണ് രക്ഷകൻ വന്നത്, നമുക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യമാണ്. യേശുവിൻ്റെ ജനനത്തിൽ 2 കൂട്ടർ വന്നല്ലോ. ഒന്ന് യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിച്ച് വരുമ്പോൾ, ഒന്ന് സകല ജനത്തിനുമുള്ള രക്ഷകനാണ് ജനിച്ചത്. അത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, മനസ്സിലായോ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ പേര് അതിനകത്ത് എഴുതി ചേർക്കുന്നു. ഞാൻ ഏറ്റവും ലളിതമായൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിലെ മകളുടെ വിവാഹം നടക്കുന്നു, നിശ്ചയിച്ചു. അതിന് വിരുന്നിന് പോവുകയാണ്. ആ വിരുന്നിന് പോകാനുള്ളവരുടെ പേരെല്ലാം നിങ്ങൾ ലിസ്റ്റിൽ എഴുതി ചേർക്കും. ഈ മോളുടെ പേരെഴുതി ചേർക്കുമോ? നിങ്ങൾ എഴുതി ചേർക്കുമോ? ഇല്ല. അവളുടെ വിവാഹമാണ്. ആ വീട്ടിലുള്ളവരുടെ പേരെഴുതി ചേർക്കുമോ? ഇല്ല. ആ വീട്ടിൽ നടക്കുന്നൊരു വിവാഹമാണ്. അവരാണ് അതിൻ്റെ അവകാശികൾ. എന്നാൽ പുറത്തുനിന്ന് വരുന്നവരുടെ പേര് എഴുതി ചേർക്കും. മനസ്സിലായോ? ഇവിടെ യഹോവയുടെ ജനമാണ് ഇസ്രായേൽ. ആ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അവിടെ വാഗ്ദത്തം പറഞ്ഞിരുന്നു, നിന്നാൽ നിന്റെ സന്തതികളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇനി പുറത്തുനിന്ന് വരുന്ന നമ്മുടെയൊക്കെയാണ് പേരെഴുതി ചേർക്കുന്നത്. കാരണം നമുക്ക് വേണ്ടിയാണ് രക്ഷകൻ വന്നത്. ആ രക്ഷകൻ, അതുകൊണ്ടാണ് പറഞ്ഞത്, യേശു മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെ പോകരുത്? ശമരിയെ പോകരുത്. ഈ മരിച്ച് ഉയർത്തെഴുന്നിട്ട് യേശു എന്താ പറഞ്ഞാൽ, നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിമടക്കത്തുള്ളൂ. ഇപ്പം എന്തിനാ ശമരിയെ പോകാൻ പറഞ്ഞേ? അവർക്ക് വേണ്ടിയുള്ള രക്ഷകൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, രക്ഷയുടെ വഴി തുറന്നു. അതിനു മുമ്പ് എന്തേ പറയാതിരുന്നേ? അന്ന് വഴി തുറന്നില്ല. എത്രയോ വ്യക്തമാണ്. ഇനി അവസാന വിഷയത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം നിങ്ങൾ വളരെ വ്യക്തമായി ഒന്ന് വായിക്കുക. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, മറ്റേ ആ ഉപദേശം പറഞ്ഞവരത് ശരിക്കും കേൾക്കണം. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കപ്പെട്ടവർ എന്നല്ല, നിങ്ങൾ പറഞ്ഞനുസരിച്ച് സകലരുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. എന്നിട്ട് അധികാരമുള്ള ദൈവം മായ്ക്കേണ്ട സമയത്ത് മായ്ക്കേണ്ടവരുടെ മായ്ച്ചു കളഞ്ഞു. അങ്ങനെ മായ്ക്കപ്പെട്ടവരെ തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടാത്തവരെ. എത്ര വ്യക്തമാണ്! അത് ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിച്ച് നോക്കിക്കേ. ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടതായി കാണാത്തവരുടെ,
അപ്പോൾ എല്ലാവരുടെയും എഴുതിയോ? എല്ലാവരുടെയും പേരെഴുതിയോ? എല്ലാവരുടെയും പേരെഴുതിയോ? എഴുതിയെങ്കിൽ പറയൂലോ, ഞങ്ങളുടെ പേരെഴുതിയതായിരുന്നു, ഞങ്ങൾക്കറിയില്ല എപ്പോഴും വായിച്ചെന്ന്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കൾ തള്ളിയിടുമെന്ന് പറഞ്ഞാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള എല്ലാവരെയും കൊണ്ടുപോകുന്നില്ല എൻ്റെ അർത്ഥം. മായ്ച്ചു കളയുന്ന ഭാഗം ഇവിടെ പറയട്ടെ, അത് ഇവിടെ ബൈബിളിൽ പറയുന്നില്ല. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കപ്പെട്ടവരെ തീപ്പൊയ്കൾ തള്ളിയിടുന്നു ബൈബിളിൽ പറയുന്നില്ല. ഒറ്റ വാക്കിലല്ലേ കയറി പിടിക്കുന്നത്? ഏത്? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കൊണ്ട്, എഴുതാൻ പോകുന്നത് കൊണ്ടല്ല, എഴുതിയിരിക്കുന്നത് കൊണ്ട്. അതേ ന്യായം ഇങ്ങോട്ട് കൊണ്ടുവരിക. എങ്ങനെ? ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളഞ്ഞവരുടെയല്ല, പിന്നെയോ എഴുതപ്പെട്ടതായി കണ്ടിട്ടില്ലാത്തവരെ. ഇംഗ്ലീഷ് വളരെ വ്യക്തമാണ്. എഴുതപ്പെട്ടതായി കണ്ടിട്ടില്ലാത്തവരെ അതൊരിക്കലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അന്നാളിൽ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അവിടെ അത് ചെയ്തു ഇത് ചെയ്തൊക്കെ പറയുമ്പോൾ പറയും, ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് പോലെ ഈ ഉപദേശമാണെങ്കിൽ ഇവരുടെ പേരൊക്കെ എഴുതി പറഞ്ഞില്ലേ? അല്ലേ? മായ്ച്ചപ്പോഴും അറിഞ്ഞില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കണേ. ഒരു വചനഭാഗം വായിച്ചാൽ അത് മനസ്സിലാക്കാനൊക്കെ നമ്മൾ കഴിവുള്ളവരാണല്ലോ. ഉണ്ട്. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾ ഒരു നാളും അറിയുകയില്ലെന്നല്ല, അറിഞ്ഞിട്ടേ ഇല്ല. ഈ ഉപദേശക്കാർ പറയുന്നത് പോലെയാണെങ്കിൽ, അതായത് ജനിച്ചവരുടെ എല്ലാം എഴുതിയിട്ടുണ്ട്, പാപം ചെയ്യുമ്പോൾ മായ്ച്ചു കളയുക എന്ന് പറയുന്നവർ ഒന്ന് ചിന്തിക്കുക. ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എഴുതിയ സമയത്ത് അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഇപ്പം കർത്താവിന് പറയാൻ കാരണം എന്നാ? നിങ്ങൾ പാപം ചെയ്തപ്പോൾ നിങ്ങളുടെ പേര് മായ്ച്ചു കളഞ്ഞു. ആ മായ്ച്ചപ്പോൾ നീ അറിഞ്ഞില്ലേ? അറിഞ്ഞു. പിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ കള്ളമല്ലേ? യേശു കള്ളമല്ലേ പറഞ്ഞേ? അല്ലെങ്കിൽ പറയാൻ പോകുന്ന കള്ളമല്ലേ? അപ്പോൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ജനിച്ച സകലരുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിലില്ല. പഴയ നിയമ ഭക്തന്മാരോട് വരാൻ കാരണം അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. പുതിയ നിയമ വിശ്വാസികൾ, പുറജാതിക്കാർ, അവർ രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുന്നു. ആ എഴുതുന്നതിന് 3 പേര് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അത് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മലയാളം ബൈബിളിൽ നിന്ന് ഏതോ പൈശാചിക കുതന്ത്ര നിമിത്തം അത് നീക്കപ്പെട്ട് കളഞ്ഞു. ഇംഗ്ലീഷ് ബൈബിൾ പറയുമ്പോൾ സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നൊരു 3 പേരുണ്ട്. അത് സാക്ഷ്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. പറയുകയല്ല, സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുക. ആ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ സാക്ഷ്യം പറയുന്നത് 1 പിതാവ്, 2 വചനം, 3 പരിശുദ്ധാത്മാവ്. ഒരു 3 പേരും സാക്ഷ്യം പറയാൻ കാരണമുണ്ട്. അവൻ ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ 3 പേരും അവിടെ പറഞ്ഞാണ്. ഏത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അപ്പോൾ അങ്ങനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുമ്പോൾ നിങ്ങളുടെ പേര് അവിടെ എഴുതുന്നു. ഇപ്പോൾ ചോദിക്കും, അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമോ? നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചവരല്ലേ? നിങ്ങളുടെ പേര് അവിടെ രജിസ്റ്ററിൽ എഴുതിയത് എപ്പോഴാ? അവിടെ ചേർത്തപ്പോഴല്ലേ? നിങ്ങളവിടെ കൊണ്ട് ചേർത്തപ്പോൾ പേര് എഴുതാതെ പോയോ? ഇല്ല. ഉറപ്പല്ലേ? അതെ. ഇനി നിങ്ങളെ കൊണ്ട് ചേർക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പേര് എഴുതി വെച്ചോ? അതും ഇല്ലല്ലോ. നിങ്ങളെ കൊണ്ട് ചേർത്തപ്പോഴല്ലേ പേരെഴുതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്രിസ്തുവിനോട് ചേരുമ്പോൾ തന്നെ പേരെഴുതുന്നത്. ക്രിസ്തുവിനോട് ചേരുമ്പോൾ അവിടെ പേരെഴുതുമ്പോൾ ആരൊക്കെയാണ് സാക്ഷ്യം വഹിക്കുന്നത്? പിതാവ്, വചനം അതായത് യേശു, പിന്നെ പരിശുദ്ധാത്മാവ്. ഇവർ 3 പേരും സാക്ഷ്യം പറയണമെങ്കിൽ 3 പേരുടെയും പേരോടെ പറയണ്ടേ? ആ 3 പേരുടെയും കൂടിയ പേരല്ല യേശു എന്നുള്ള പേര്. അത് ഇപ്പോൾ ചിലർക്കൊക്കെ കയറി വരുന്നുണ്ട്. ആ പേരൊന്ന് പറയാമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്താണെന്നൊന്ന് പറയാമോ? അത് യേശു അല്ലേ? യേശു എന്ന നാമം അല്ലേ? ഞാൻ ഒറ്റ വാക്യം വായിച്ച് കേൾപ്പിക്കാം, കേൾക്കണേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുക, പിതാവാം ദൈവത്തിന് എപ്പോഴും സ്തോത്രം അർപ്പിക്കണം. ആരുടെ നാമത്തിൽ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പുറത്തേക്ക് വാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറഞ്ഞാൽ യേശു എന്നാണ്. അതാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേണം പിതാവായ ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ. അപ്പം അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ നാമത്തിൽ
പിതാവിന് മഹത്വം അർപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവം ശരിയായില്ലേ? പിതാവിൻ്റെ നാമമാണല്ലോ യേശു എന്നല്ലേ നിങ്ങൾ പറയുന്നേ? അല്ലേ? എവിടെ കൊണ്ട് ഒപ്പിക്കും ഈ സൈസ് പഠിപ്പിക്കലൊക്കെ? അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്ന വിഷയം, ഈ നാളുകളിൽ പ്രവചനമെന്ന ശുശ്രൂഷ നിമിത്തം തകരപ്പെട്ടു പോയ അനേക ജീവിതങ്ങൾ, കുടുംബങ്ങൾ, സഭകൾ. അതുകൊണ്ട് സത്യമായ പ്രവചനം, യഥാർത്ഥ പരിശുദ്ധാത്മാവുള്ള പ്രവചനം നമുക്കെങ്ങനെ തിരിച്ചറിയാം? വചനത്തിലൂടെയുള്ള പഠന ക്ലാസ് ഇതാ ഉടനെ വരുന്നു. നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.